നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 1ലേക്ക്. ഹാരിസിൽ കോംപ്രമൈസ്. ഡോക്ടർ ഹാരിസ് ചില കാര്യങ്ങൾ, സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ സിസ്റ്റത്തിലുള്ള പോരായ്മകൾ തുറന്നു പറഞ്ഞു. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടായി. ഹാരിസിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും ഉണ്ടായി. എന്തായാലും ആ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് അതൊരു കോംപ്രമൈസിലേക്ക് നീങ്ങുകയാണ്. ഡോക്ടർ ഹാരിസ് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹം ഇനി തനിക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ പങ്കുവെച്ച് അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമവായ നീക്കം ഉണ്ടായതെന്ന് നോക്കിയാൽ ഇന്നലെ ഒരു വിവാദങ്ങളുടെ പകലാണ് കടന്നുപോയത്. ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ ശ്രമം നടക്കുന്നോ, അതിനുവേണ്ടിയാണോ മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് സംശയിച്ചു പോകുന്ന ഒരു പകലായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നതങ്ങളിൽ നിന്ന് വന്ന കോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്നതായിരുന്നു. അത് എന്തുകൊണ്ട്, എങ്ങനെയെന്നൊന്നും വിശദീകരിക്കാൻ കഴിയാതെയാണ് വാർത്താ സമ്മേളനം അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. അത് വലിയ വിവാദം ഉണ്ടാക്കുകയും ചെയ്തു. അതിനൊടുവിൽ ഡോക്ടർ ഹാരിസിനെ മന്ത്രി വീണ ജോർജ് നേരിൽ കണ്ട് ചർച്ച നടത്തിയതിലൂടെയാണ് ഇപ്പോൾ ഒരു സമവായ നീക്കം ഉടലെടുത്തിരിക്കുന്നത്. ആ സമവായ നീക്കത്തിലൂടെ ഡോക്ടർ ഹാരിസ് ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും എന്ന ഒരു തോന്നൽ ഉളവാക്കുകയാണ്. യൂറോളജി വകുപ്പിൽ നിന്ന് മോസിലോസ്കോപ്പ് കാണാതായെന്ന റിപ്പോർട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. മന്ത്രി പറഞ്ഞത് ശരിയെന്ന് വരുത്താൻ ഉള്ള ശ്രമങ്ങളാണ് ഇന്നലെ കണ്ടത് എന്നത് നമുക്കറിയാം. അങ്ങനെ ഒരു സാധനം കളവ് പോയിട്ടില്ല എന്ന് തെളിഞ്ഞപ്പോൾ അത് പിന്നീട് ആരോ കൊണ്ടുവച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ആ വാർത്താ സമ്മേളനമാണ് പൊളിഞ്ഞ് പാളിസായത്. അതിനൊടുവിൽ ഈ കോംപ്രമൈസ് വരുന്നു. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് അവധിയിൽ ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ആ അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്, തൻ്റെ മുറിയിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. PG വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് അവിടെ വരുന്നവരാണ്. തനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. ആരോഗ്യമന്ത്രിയുമായും തനിക്ക് നല്ല ബന്ധം തന്നെയാണുള്ളത്. തൻ്റെ ഭാഗത്ത് ചട്ടലംഘനം എന്ന തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യമുള്ളതാണ്. പക്ഷേ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് ആ ചട്ടലംഘനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ ഡോക്ടർ ഹാരിസ് പങ്കുവച്ചു. എന്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGMC ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പം അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGMC ഞങ്ങളുടെ സംഘടനയായിട്ട് നമ്മൾ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ അടുത്തതിൽ KGMCTAയ്ക്കും വലിയ പങ്കുണ്ട്. KGMCTAയുമായി ചർച്ച ചെയ്തു എന്ന കാര്യം ഡോക്ടർ ഹാരിസും വിശദീകരിക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾ ഇതോടുകൂടി അവസാനിക്കുമെന്നാണെന്നും ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും KGMCTA പ്രതിനിധി റോസ്ന ബീഗം, സംസ്ഥാന പ്രസിഡന്റാണ് റോസ്ന ബീഗം. അവർ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ വിവാദമായ വാർത്താ സമ്മേളനത്തിന് ശേഷം ശക്തമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് റോസ്ന ബീഗം രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ സമവായത്തിലേക്ക് കടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ നിർണായക പങ്കുള്ള KGMCTA സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കും. ഹാരിസ് സാർ ആദ്യം തൊട്ട് പറഞ്ഞതും സംഘടന പറഞ്ഞതും എല്ലാം വളരെ സത്യമാണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇനി അതിലെന്തിനാണ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഹാരിസ് സാറ് പറയുന്നത് 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ സിസ്റ്റത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അപ്പോൾ അതിനായിട്ടൊരു ടാർഗറ്റിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവരെയും സൈലന്റ് ആക്കാം എന്നുള്ളൊരു സൂചന പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പ്രശ്നങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഉള്ള പരിഹാരങ്ങളും സമയാസമയങ്ങളിലും ഞങ്ങൾക്ക് നൽകിയേ പറ്റും. ഇന്നലത്തെ വാർത്താ സമ്മേളനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കകൾക്കിട നൽകുന്നതായിരുന്നു. ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ പ്രത്യേകം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനമായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അവർക്ക്
മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ഒപ്പം തന്നെ സൂപ്രണ്ടും വാർത്താസമ്മേളനം നടത്തുമ്പോൾ അവർക്ക് മുകളിൽ നിന്ന് വന്ന ആ കോൾ ആരതായിരുന്നു? സാർ എന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചത് ആരോടായിരുന്നു? ആ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വായിക്കാനുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചത് എവിടെ നിന്നായിരുന്നു? അപ്പോൾ ആ ഉന്നത തലങ്ങളിൽ നിന്നുള്ള വ്യക്തി ആര് എന്ന ചോദ്യത്തിന് കൂടി ഇന്ന് ഉത്തരമായിരിക്കുകയാണ്. DME വിശ്വനാഥൻ പറയുന്നു താനാണ് അവരോട് കാര്യങ്ങൾ നിർദ്ദേശിച്ചതെന്ന്. കാരണം അവർ ഡോക്ടർമാരാണ്, അവർക്ക് വിവാദങ്ങളിൽ എന്ത് പറയണമെന്ന ജ്ഞാനമുള്ളവരല്ല, മാധ്യമപ്രവർത്തകരെ കണ്ട് ശീലമുള്ളവരല്ല. അവരോട് മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ റിപ്പോർട്ടിലുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നൊരു നിർദ്ദേശമാണ് താൻ ഡോക്ടർമാർക്ക് നൽകിയത്. അതായത് സൂപ്രണ്ടിനും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനും നൽകിയത് അത് താനായിരുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നത് DME വിശ്വനാഥനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഹാരിസിനെതിരെ ഈ വിവാദം ഉണ്ടാകുമ്പോൾ ആദ്യം അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്ന് ആരോഗ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് വലിയ നടപടികൾ ഉണ്ടാകില്ല, അദ്ദേഹത്തിന് വേട്ടയാടില്ല എന്ന ഉറപ്പ് ആരോഗ്യമന്ത്രി നൽകി. പക്ഷേ ആ ഉറപ്പ് പിന്നീട് ലംഘിക്കപ്പെടുന്നത് കണ്ടു. ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ആദ്യ പ്രതികരണം വന്നത് റിപ്പോർട്ടിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് നൽകിയ മറുപടിയാണ്. അത് ഒരു ഉപകരണം കാണാനില്ല എന്ന സംശയമുനയിലേക്ക് ഡോക്ടർ ഹാരിസിനെ കൊണ്ടുവന്നതാണ്. അത് അന്വേഷണത്തിൽ ആ ഉപകരണം അവിടെ തന്നെ, മോസിലോസ്കോപ്പ് എന്ന ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അതിനൊടുവിലാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കുരുക്കാൻ, അത് പിന്നീട് കൊണ്ടുവച്ചതാണ് എന്ന് വരുത്താനുള്ള ചില ശ്രമങ്ങൾ നടന്നത്. അതും പൊളിഞ്ഞു പാളീസായതോടെയാണ് ഡോക്ടറെ ചെന്ന് കണ്ട് വീണ ജോർജ് സമവായത്തിലേക്ക് ആരോഗ്യമന്ത്രി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കണമല്ലോ. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് പറയാനൊന്നുമില്ല ആരോഗ്യമന്ത്രിക്ക്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ മാധ്യമങ്ങളെ അറിയിക്കാം എന്നതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാതെ പോവുകയായിരുന്നു ആരോഗ്യമന്ത്രി ഇന്ന് ചെയ്തത്. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് നമ്മുടെ സിസ്റ്റത്തിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച മനുഷ്യനാണ്. തന്റെ അവസരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് പാവങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്ന സേവനം ഒരു ജീവിത കർമ്മമാക്കി മാറ്റിയ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറാണ് ഈ വിവാദങ്ങളുടെ പേരിൽ മനോസംഘർഷം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡോക്ടറെ ചെന്ന് കണ്ടത് ഒരു സൈക്കാട്രി വിഭാഗത്തിലാണ്. ഫോൺ ഓഫ് ചെയ്ത് അവിടെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഈ മാനസിക സംഘർഷങ്ങൾ അദ്ദേഹത്തെ അവിടെ വരെ എത്തിച്ചുവെങ്കിൽ ആ പാവ മനുഷ്യൻ ഈ വേട്ടയാടൽ പെടുമോ എന്ന ആശങ്കയിൽ അനുഭവിച്ചു തീർത്ത മനോവിഷമം എന്താണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സമാധാനത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങേണ്ടത്. നമ്മുടെ സിസ്റ്റങ്ങൾ മനുഷ്യർ കൈയാളുന്നതാണ്. അവിടെ പൂർണ്ണമായും തെറ്റുണ്ടാകാത്ത ഒരിടമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല ഭരണാധികാരികളുടെ ലക്ഷണം. അതാണ് അവർ ചെയ്യേണ്ടത്. നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം ഡോക്ടർ ഹാരിസിന് ഇനി സമാധാനപൂർവ്വം രോഗികളെ ചികിത്സിക്കാനുള്ള അവസരം ഒരുങ്ങുമെന്ന്.